നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റിൽ യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഈവൻ ഇന്നലെ ഡോ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തതും. അതുമാത്രമല്ല, ഇസ്രായേൽ മാർക്കറ്റ് ഇസ്രായേൽ മാർക്കറ്റ് ഇന്നലെ 1.5% റാലിയുമാണ് ഉണ്ടായത്. ഇത് ഇന്നലത്തെ കഥയാണ്. ഇന്ന് വരുമ്പോൾ ഇന്ന് രാവിലെ ഒരു കൃത്യം 6 മണിക്ക് ഇന്ത്യൻ ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്തത് വളരെ ഫ്ലാറ്റായിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ്. വളരെ സമാധാനപരമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പെട്ടെന്നാണ് ഇറാനിൽ നിന്നൊരു റിപ്പോർട്ട് വന്നത്. 3 എക്സ്പ്ലോഷൻ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ പേപ്പറുകളിൽ മാധ്യമങ്ങളിലൊക്കെ വരുന്നതേ ഉള്ളൂ. പക്ഷേ 3 എക്സ്പ്ലോഷൻ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൺകൺഫേംഡ് ആയിട്ടുള്ള വാർത്തകളുള്ളത്. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വാർത്താരൂപം മറ്റുള്ള മാധ്യമങ്ങളിൽ നമുക്ക് വളരെ അടുത്ത് തന്നെ അറിയാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇപ്പോൾ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. ഒന്ന്, ജപ്പാൻ മാർക്കറ്റ് ഏകദേശം 3% ഇടിവിലാണുള്ളത്. ചൈന 0.5% ഇടിവ്, കൊറിയ 2% ഇടിവ്, ഓസ്ട്രേലിയ 1.5% ഇടിവിലാണ് ഉള്ളത്. ഇനി ഡോ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ 250 പോയിൻ്റാണ് ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ഇടിവിൽ ഉള്ളത്. കൂടാതെ തന്നെ മറ്റുള്ള ഇൻഡെക്സുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിൽ നിന്ന് ഇപ്പോൾ 200 പോയിൻ്റ് ഇടിഞ്ഞു. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിംഗ് ഉണ്ടായിരുന്നത് 22,067 നിഫ്റ്റിയുടെ സ്പോട്ടല്ല, നിഫ്റ്റിയുടെ കറണ്ട് മുതൽ ഫ്യൂച്ചറാണ്. അതിൽ നിന്ന് 200 പോയിൻ്റ് ഇടിഞ്ഞൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് സമയമുണ്ട്. മേ ബി റീബൗണ്ട് ആവുമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ സ്റ്റിൽ ഇപ്പോൾ ഈ ഒരു ന്യൂസ് വരുന്ന ഈ ഒരു സമയം വരെ ഗ്ലോബൽ മാർക്കറ്റ് എൻറ്റയർ ആയിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയി എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഗോൾഡ് $2,397, 2,400 അടുക്കാണ് ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ. ഗോൾഡ് $20 ഇപ്പോൾ സ്പൈക്ക് ചെയ്ത് പോവുകയാണ്. ബിറ്റ് കോയിൻ എന്നാൽ ഇടിയുന്നില്ല, 62,000 എന്ന റേഞ്ചിലാണ് ഉള്ളത്. ഇതാണ് ഇപ്പോൾ നമുക്ക് കാണുന്ന ഒരു ഗ്ലോബൽ പിക്ചർ. ഇനി നമ്മുടെ മാർക്കറ്റ് സ്റ്റോക്കിൻ്റെ ന്യൂസിലേക്ക് വരുമ്പോൾ RVNL ഇന്നത്തെ സ്റ്റോക്കുകളുടെ ന്യൂസുകളിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാർക്കറ്റ് റിഫ്ലക്റ്റ് ആവുമെന്ന് അറിയില്ല. കാരണം മാർക്കറ്റ് ഒരു പാനിക് അവസ്ഥയിലാണുള്ളത്. RVNL പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. തുർക്കിഷ് എഞ്ചിനീയറിംഗ് ഫേമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇന്ത്യയിൽ ഒരു പുതിയ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ICC സെക്യൂരിറ്റീസ് അവർ റവന്യൂ 74% ഉയർന്നു. കമ്പനി 17 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഇൻഫോസിസിനെ സംബന്ധിച്ച് മിക്സ്ഡ് ആയിട്ടുള്ള ന്യൂസാണ്. നമ്മൾ മാർക്കറ്റിൽ ഇന്നലെ റിസൾട്ട് വന്നതിന് ശേഷം ADRൽ 7% ഇടിഞ്ഞിരുന്നു. അതിനുശേഷം റിക്കവറായി ADRൽ 2% മാത്രം ഇടിവ് രേഖപ്പെടുത്തി. ഇവർ റവന്യൂ ഫോർകാസ്റ്റ് കുറവാണെന്നുള്ളതാണ് ഇൻഫോസിസിന് ADRൽ അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റിൽ ഇടിയാനായിട്ട് കാരണം. ബജാജ് ഓട്ടോ മികച്ച റിസൾട്ടാണ് ഉണ്ടായിരുന്നത്. 1,937 കോടി രൂപയാണ്. അപ്പോൾ സ്ട്രീറ്റ് എസ്റ്റിമേഷനേക്കാൾ ഉയർന്ന രീതിയിലാണ് ഇവരുടെ റിസൾട്ട് ഉള്ളത്. ITC ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത്. ITC സബ്സിഡിയറി കമ്പനിയായിട്ടുള്ള ITC ഇൻഫോടെക് കമ്പനി ഒരു ബ്ലാസർ ടെക്നോളജിയുടെ 100% സ്റ്റേക്ക് അക്യൂർ ചെയ്തിട്ടുണ്ട്. മഹേന്ദ്ര ലേസ്പേസ് കമ്പനി ബാംഗ്ലൂരിൽ അവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത അവരുടെ റെസിഡൻഷ്യൽ പ്രോജക്റ്റിൻ്റെ 350 കോടി രൂപ വർത്ത് വരുന്ന ഹോം എല്ലാം തന്നെ സെല്ല് ചെയ്തിട്ടുണ്ട്. ഇൻഡസ് അവർ NTPC ആയിട്ട് പുതിയ ഒരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഹഡ്കോക്ക് പുതിയ ഒരു നവരത്ന സ്റ്റാറ്റസ് ഇന്ത്യൻ ഗവൺമെൻറ് കൊടുത്തു. ടാറ്റ മോട്ടോഴ്സ് GLR ഇലക്ട്രിക് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണ് പുതിയ ഗവൺമെൻറ് പോളിസി അനുസരിച്ച് എന്നുള്ള ന്യൂസ്. ടെസ്ലയൊക്കെ വരാനിരിക്കുകയാണ് GLRൻ്റെ ഈ ഒരു നടപടി. SCVN കമ്പനി ആസാം പവർ കമ്പനിയായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. കോൺകോർ ഡൽഹി ഗവൺമെൻറ്റായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഷർദ മോട്ടോഴ്സ് ഷെയർ ബൈബാക്ക് കമ്പനി പ്രഖ്യാപിച്ചു. ഗുജറാത്ത് ഇൻഡസ്ട്രീസ് ഇവർക്ക് പുതിയ OV മൊഡ്യൂൾസ് സപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ഓർഡർ കിട്ടി. ഫെഡറൽ ബാങ്ക് സൗദി അറേബ്യയിൽ ഇവരുടെ റെപ്രസെൻറ്റേറ്റീവ് ഓഫീസ് തുറക്കാനായിട്ട് RBI അംഗീകാരം കൊടുത്തു എന്നുള്ള ന്യൂസാണ് നമുക്കുള്ളത്. ജപ്പാൻ മാർക്കറ്റ് 3% ഇടിവിലാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഫോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ കാണാം ഇൻഫോസിസ് 2.5% ഇടിവ് രേഖപ്പെടുത്തി. 7% ഇടിവുണ്ടായിരുന്നു, അതിനുശേഷം തിരിച്ചു കയറി. വിപ്രോ 1.5% ഇടിവുണ്ടായിരുന്നു, എന്നാൽ 1% എക്സലൻ്റ് മാർക്കറ്റ് അവേഴ്സിൽ തിരിച്ചു കയറി. പക്ഷേ ഇതൊന്നും തന്നെ ഒന്ന് റിഫ്ലക്റ്റ് ആവാനുള്ള സാധ്യതയില്ല. കാരണം
ഒട്ടുമിക്ക സ്റ്റോക്കുകളും ഗ്യാപ്പ് ഡൗണിൽ ആയിരിക്കാം ഇന്ന് ഉണ്ടാകുക. എല്ലാവർക്കും ശുഭദിനം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.